മഞ്ഞുകാലത്ത് ഏറ്റവും അധികം ലഭിക്കുന്ന ഒരു സീസണൽ വെജിറ്റബിൾ ആണ് ഈ തോടോട് കൂടിയ ഗ്രീൻ പീസ്, മട്ടർ, വട്ടാണ എന്നൊക്കെയാണ് ഇവിടങ്ങളിൽ ഇത് അറിയപ്പെടുന്നത്. ഇനി അങ്ങോട്ടുള്ള കുറച്ചധികം മാസങ്ങളിൽ നമുക്ക് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ഈ മട്ടർ കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും കഴിക്കാൻ കിട്ടുന്നത്. മട്ടർ പറാട്ട ഉണ്ട്, പനീർ മട്ടർ മസാലകൾ പലതരത്തിലുള്ളതുണ്ട്. അങ്ങനെ ഈ ഫ്രഷ് മട്ടർ കിട്ടുന്ന ഈ സമയത്ത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് മട്ടർ, എഗ്ഗ് ഇതെല്ലാം ചേർത്തുള്ള പനീർ, പാലക്ക് എല്ലാം കൂടെ ചേർത്തുള്ള ഒരു ബുർജി. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ബുർജി. സാധാരണ നമ്മൾ എഗ്ഗ് ബുർജി, പനീർ ബുർജി ഒക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പം അത് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. പാക്കേജ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന പനീർ ആകുമ്പോൾ അത് കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ 5-10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയെടുക്കുകയാണെങ്കിൽ അത് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ പനീറിൻ്റെ ആ ചെറിയൊരു സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അതൊന്ന് കുറഞ്ഞ് കിട്ടുകയും ഒക്കെ ചെയ്യും. ഈ മട്ടർ നമുക്ക് അതും കുറച്ച് ഉപ്പും മഞ്ഞളും ഒരു നുള്ള് മുളക് പൊടിയൊക്കെ ചേർത്തുന്ന വേവിച്ച് എടുക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരുപാട് സമയം നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. സാധാരണ എഗ്ഗ് ബുർജിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ പോലെ തന്നെ നമ്മൾ തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ തന്നെയാണ് ഇതിനും വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. അതുകൂടാതെ പിന്നെ ചെറുതായിട്ട് തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പാലക്കും, ഒന്ന് തിളപ്പിച്ച് എടുത്ത പനീറും, വേവിച്ചെടുത്തിട്ടുള്ള മട്ടറും. എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മഞ്ഞൾ ഒരുപാട് ചേർത്ത് മഞ്ഞ കളറിൽ കിട്ടുന്ന കറികൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല. പിന്നെ നമ്മളിത് പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ ചേർത്താകുമ്പം അതിൻ്റെ വിഷാംശങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി കൂടിയാണല്ലോ മഞ്ഞൾ ചേർക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി അങ്ങ് മഞ്ഞ കളറാവണ്ട, കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്താൽ മതി. കാരണം നമ്മൾ 2 എരിവുള്ള പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. അതൊക്കെ എല്ലാവരുടെയും എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ചേർക്കാം. തക്കാളിയൊക്കെ ഒരു ആവി വരുമ്പോഴേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. പിന്നെ ബുർജിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കറികളിലൊക്കെ പ്രത്യേകിച്ച് തക്കാളി ഇങ്ങനെ കടിച്ച് കഴിക്കുന്നതിനേക്കാളും അത് അതിനോട് അലിഞ്ഞു ചേർന്നിട്ടുള്ളതിനാണല്ലോ ഒരു ടേസ്റ്റും ഒക്കെ കൂടുന്നത്. അതുകൊണ്ട് ഒന്ന് വെന്ത് കിട്ടിയ തക്കാളി തവി കൊണ്ട് നമുക്കൊന്ന് ഉടച്ച് എടുക്കണം. തിളച്ച വെള്ളത്തിൽ നമ്മൾ 5 മിനിറ്റിൽ കൂടുതലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പനീർ ആയതുകൊണ്ട് നന്നായിട്ട് വെന്ത പനീർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ആ പനീർ പീസസുകൾ ക്രഷ് ചെയ്താണ് ചേർത്തേക്കുന്നത്. അത്ര കൂടുതലായിട്ട് പൊടിഞ്ഞൊന്നും കിട്ടണ്ട, എന്നാൽ അത്ര വലിയ കഷ്ണങ്ങൾ നമ്മൾ ബുർജിയിൽ കഴിക്കുമ്പോൾ അതിനൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് തക്കാളി നമ്മൾ ഉടച്ചെടുത്തതുപോലെ തവി കൊണ്ട് പനീറും ജസ്റ്റ് വെന്തിരിക്കുന്ന പനീർ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കതൊന്ന് ഉടഞ്ഞു കിട്ടും. ഇലവർഗ്ഗങ്ങളും പ്രത്യേകിച്ച് നമ്മൾ ഇത്ര തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതായതുകൊണ്ട് ഒന്ന് ആവി അടിക്കുമ്പോൾ തന്നെ അതൊക്കെ നമുക്ക് വെന്ത് കിട്ടാറുണ്ട്. പിന്നെ അതിൻ്റെ പോഷക ഗുണം പോവാതിരിക്കാൻ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഞാൻ 5 മിനിറ്റും അത് ഇളക്കി തന്നെ അങ്ങ് എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള വട്ടാണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം.
ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ച് ആ മിക്സ് നമ്മുടെ ആ നോൺ സ്റ്റിക്ക് പാനിന്റെ സൈഡിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു അല്പം ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട, എണ്ണയൊന്നും കൂടുതൽ ഒഴിച്ചിട്ടില്ല, കാരണം നോൺ സ്റ്റിക്ക് പാനുമാണ്, എണ്ണമയം ഉള്ളത് കൊണ്ട് ആ കൂട്ടൊഴിച്ച് നമ്മൾ മുട്ട ചിക്കി പൊരിച്ചെടുക്കുന്നത് പോലെ എടുത്ത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക്, പനീർ, മട്ടർ മിക്സിൽ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ബുർജി ഉണ്ടാക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് തന്നെ ആയിരുന്നു മല്ലിയില. ഈ മല്ലിയില ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം ഇൻഗ്രീഡിയൻസ്, പ്രത്യേകിച്ച് പനീറും മട്ടറും എഗ്ഗും എല്ലാം ഉള്ളത് കൊണ്ട് കുറച്ച് ഒരു ഹെവി ആയിട്ടുള്ള ബുർജിയാണിത്. ഇത് ചപ്പാത്തി, ബ്രെഡ്, ചോറിന്റെ കൂടെ കഴിക്കാം. നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാതെ ബ്രെഡ് ആവി കയറ്റി കഴിക്കുന്നതായിരിക്കും ഈ ബുർജിയുടെ കൂടെ നല്ലത്. ഓരോ സീസണിലും അതാത് സീസണുകളിൽ ഉണ്ടാകുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കഴിക്കുന്നത് നമുക്ക് ആ ഒരു സീസണിലേക്ക് വേണ്ട രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിനും പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തെ നല്ല എനർജറ്റിക് ആയിട്ട് വെക്കാനും ഒക്കെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് കാലത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഗ്രീൻ പീസിന്റെ ഒരു ബുർജിയായിരുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി.